ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ നടൻ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നതിനായി എത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓരോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. അത്രയും അർഹമായ കൈകളിലേക്ക് ആ നേട്ടം എത്തിയിരിക്കുകയാണ്. ആന്റണി പെരുമ്പാവൂരിനൊപ്പമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാനായി എത്തുന്നത്. ക്രൗൺ പ്ലാസയിൽ നേരത്തെ 10:30 മാധ്യമങ്ങളെ കാണുക എന്ന് പറഞ്ഞിരുന്നെങ്കിലും അല്പം വൈകി. എങ്കിലും വളരെ വിശദമായി അദ്ദേഹം ആ സന്തോഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കും. വളരെ കുറച്ച് സമയം മാത്രമാണ് മോഹൻലാൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത് എന്നറിയാനുള്ളത്. നേരത്തെ ചെന്നൈയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. വളരെ വിശദമായി കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കാം എന്നാണ് മോഹൻലാൽ അറിയിച്ചത്. ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിനായി ക്രൗൺ പ്ലാസയിലേക്ക് മോഹൻലാൽ എത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം മലയാളത്തിലേക്ക് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം എത്തുകയാണ്. അത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളവും ഓരോ മലയാള സിനിമാ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളവും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ഉണ്ട്. ഇത് മലയാള സിനിമയുടെ സന്തോഷ നിമിഷമാണ്. മോഹൻലാൽ മാധ്യമങ്ങളെ കാണാനായി എത്തുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ നേട്ടം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്നാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ മോഹൻലാൽ പറഞ്ഞത്. ഇനി വളരെ വിശദമായ വാർത്താ സമ്മേളനം ഉണ്ടാകും. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനശ്വര കഥാപാത്രങ്ങൾ, ഒരുപാട് അനശ്വരമായ അഭിനയ മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മോഹൻലാലിനെ തേടി ആ പുരസ്കാരം എത്തുകയാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ അങ്ങേയറ്റം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിയതിന് ശേഷം അദ്ദേഹം കൊച്ചിയിലെ വീട്ടിലേക്ക് പോയി അമ്മയെ കണ്ടു, ആ സന്തോഷം പങ്കുവച്ചു. അതിനുശേഷം അത് മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒപ്പം നിന്ന എല്ലാവർക്കും, തൻ്റെ ഈ സിനിമാ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി എന്നുള്ളതായിരുന്നു മോഹൻലാലിൻ്റെ പ്രതികരണം. ഇത് ഈ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന യുവതലമുറയ്ക്ക് ഈ പുരസ്കാരം ഒരു പ്രചോദനമാകട്ടെ എന്ന് മോഹൻലാൽ നേരത്തെ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. തനിക്ക് ലഭിച്ച അംഗീകാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്നായിരുന്നു നേരത്തെ മോഹൻലാൽ പറഞ്ഞത്. അതിനുശേഷം വളരെ വിശദമായി ആ സന്തോഷം ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി തന്നെ ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ അഭിനയ വൈഭവത്തെക്കുറിച്ച്, അഭിനയ സാമർഥ്യത്തെക്കുറിച്ച് ഒന്നും പ്രത്യേകമായി നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. അത്രയും മലയാളിക്ക് സുപരിചിതമായ അഭിനയ പാഠവുമാണത്. എത്രയോ കഥാപാത്രങ്ങളിലൂടെ മലയാളിയെ വിസ്മയിപ്പിച്ച, മലയാളിയെ അമ്പരപ്പിച്ച, അദ്ദേഹം കരയുമ്പോൾ മലയാളി കരയുന്നതും അദ്ദേഹം ചിരിക്കുമ്പോൾ മലയാളി ചിരിക്കുന്നതുമൊക്കെ എത്രയോ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദീർഘമായ സിനിമാ യാത്രയായിരുന്നു. അതിലെ സമഗ്രമായ സംഭാവനയ്ക്കാണ്, മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ദാദാസാഹേബ് പുരസ്കാരം, ഫാൽക്കെ പുരസ്കാരം ഇപ്പോൾ അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നത്. നേരത്തെ അടൂർ ഗോപാലകൃഷ്ണനിലൂടെ അത് മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിലൂടെ അത് വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നു, കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ഒരു നിമിഷമാണ്. മോഹൻലാലിൻ്റെ എത്രയോ അനശ്വര കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിലൂടെ എത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.